ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹെന്ന പൗഡറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ തേക്കണ ഹെന്ന, അതായത് മൈലാഞ്ചി പൊടിയില്ലേ, നൂറിൻ്റെ ഹെന്നയാണ്. ഞാൻ മീഷോന്നാണ് മേടിക്കണത്. അത് 500 ഗ്രാമിന് 1 കിലോന് 230 രൂപയാണ് അതിൻ്റെ റേറ്റ്. പിന്നെ അത് 5-6 മാസമൊക്കെ ഉണ്ടാവും കേട്ടോ തേക്കാൻ വേണ്ടിയിട്ട്. അധികം നരന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഫ്രണ്ടിൽ മാത്രം കുറച്ച് നരയുള്ളൂ. അപ്പോൾ അവിടെ മാത്രമേ അധികം തേക്കേണ്ട ആവശ്യമില്ല, കുറച്ചേ തേക്കേണ്ടുള്ളൂ. അപ്പോൾ ഇതൊരു 5-6 പ്രാവശ്യം തേക്കാനുള്ളത് ഉണ്ടാവാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നെല്ലിക്ക പൗഡറും ചേർക്കും കേട്ടോ. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കാറ്. ഇതിനൊരു 40 രൂപയുള്ളൂ. ഇത് എല്ലാ കടകളിലും കിട്ടും, നെല്ലിക്കയുടെ പൊടി. അതും കൂടി രണ്ടും കൂടി ആയിട്ട് ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്തിട്ട് 4-5 സ്പൂൺ ചായപ്പൊടി. ഇത് തലേ ദിവസമാണ് കേട്ടോ. ചായപ്പൊടി നല്ല തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല കുഴമ്പ് രൂപത്തിലാക്കണം കേട്ടോ. അതിൻ്റെ കട്ടകളും ഇതൊന്നും പെടാൻ പാടില്ല. അങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തലേ ദിവസം അവിടെ അടച്ചു വെക്കുക. ഒരു ഇരുമ്പിന് ചട്ടിയിലാക്കിയിട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിലൊരു ചെറിയൊരു കഷ്ണം ഇരുമ്പിൻ്റെ കഷ്ണം ഇട്ടാലേ നല്ലത്. അല്ലെങ്കിൽ ആ ചട്ടി മാത്രം ചട്ടിയിൽ അങ്ങനെ ആക്കി അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് അത് പിറ്റേ ദിവസം എപ്പോഴാണ് തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയിലോ ഉച്ചയ്ക്കായാലോ ഇനിയിപ്പോൾ എപ്പോഴാണ് തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മുടിയിലെ കസലായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് കഴുകി കളഞ്ഞതിൻ്റെ ശേഷം പിറ്റത്തെ ദിവസം നമ്മുടെ രാവിലെയിൽ എപ്പോഴായാലും വേണ്ടില്ല, നമ്മുടെ ഇൻഡിഗോ പൗഡർ തേക്കണം. എന്നാലാണ് ഈ ഇത് തേച്ചതിന് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അതും ഇൻഡിഗോ പൗഡർ ഇങ്ങനെ തന്നെ ചട്ടിയിൽ, ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് കലക്കുക. ശകര ആ ചായപ്പൊടിയുടെ വെള്ളം എടുത്തേക്കും, അതിൽ തന്നെ ലേശം ഇത് കലക്കും. ഒരു 5 മിനിറ്റ് നേരം വെച്ചിട്ട് നമ്മൾ തേക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ തേച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. പേടിക്കേണ്ട ആൾക്കാർ ആരും പേടിക്കേണ്ട. ഞാൻ എൻ്റെ ഇതിനനുസരിച്ചിട്ട് ബ്രഷൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഇത് തേക്കണത്. എന്നിട്ട് കഴുകി കളയൂട്ടാ. അതാണ് എൻ്റെ സംഭവം. അധികം ഇതില്ലാത്തതുകൊണ്ട് ചുവപ്പ് കളറാവുകയാണ്ട് പിറ്റേ ദിവസത്തേക്കാണ് ഞാൻ ഇതിപ്പോൾ മൈലാഞ്ചി തേച്ചിട്ടുള്ള മുടിയാണ്. പിന്നെ ഇൻഡിഗോ പൗഡർ തേച്ചിട്ടുള്ളത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നല്ല വൃത്തിയിൽ കഴുകിക്കളയാം. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇങ്ങനെ വേണിച്ചിട്ടെങ്കിൽ എല്ലാവരും ചെയ്തോളൂ.